Saraswati, celebrating 25 years of educational excellence, glimpses down the memory lanes, the untrodden roads we travel with commitment, affection, care, and dedication. यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्. The song may be over, but the melody will linger on. We pay our most sincerest tribute to those who parted away during the journey. Shraddhanjali. വിവേകാനന്ദ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. 25 വർഷങ്ങൾക്ക് മുൻപ് കൊടകര മേഖലയിലുള്ള ദേശീയ ചിന്താഗതിയുള്ള കുറച്ച് പേർ കൂടി ചിന്തിച്ചൊരു വിശ്വവിദ്യാലയം ഈ സമൂഹത്തിലെ നിരവധി വിദ്യാർത്ഥിനികളെ ദേശീയ ബോധമുള്ള, സമർപ്പണ ബോധമുള്ള, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാർത്ഥിനികളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ആരംഭിച്ചത്. 1994 സ്വാമി വിവേകാനന്ദൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച വിവേകാനന്ദ ട്രസ്റ്റിൻ്റെ ആദ്യ സെക്രട്ടറിയായും പിന്നീട് പ്രസിഡൻ്റായും അതുപോലെ തന്നെ ട്രഷററായും ഇപ്പോൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റിയായും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും പ്രവർത്തിക്കാനും സാധിച്ചത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്ത് ആദ്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഈ വിദ്യാലയം ഇപ്പോൾ എല്ലാ തലത്തിലും അക്കാഡമിക് നിലവാരത്തിലായാലും കല, കായികം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും വളരെ മാതൃകാപരമായ വിദ്യാർത്ഥികളെ സമൂഹത്തിന് പ്രദാനം ചെയ്യാനായിട്ട് ഈ വിദ്യാലയത്തിന് സാധിക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ട ആ വിദ്യാഭ്യാസം അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വിദ്യാനികേതനുമായി അഫിലിയേഷൻ നടത്തി സരസ്വതി വിദ്യാനികേതന് രൂപം കൊടുത്തത്. Every great dream begins with a dreamer. The dreamers behind. For them, this was not just a dream, but a plan. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്തു നിന്നുള്ള അരുണാചൽ പ്രദേശ്, മിസോറാം പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും താമസിച്ച് പഠിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സൗകര്യവും ഇന്ന് കേരളത്തിലെ മറ്റ് സ്കൂളുകളിൽ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ടാബ് ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ, ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതികൾ, ഈ തരത്തിലെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ ഇന്ന് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. കൊടകരയിൽ ഒരു ചെറിയ ഓലഷെഡിലാണ് ഇത് തുടങ്ങുന്നത്. 98 കുട്ടികളും 2 ആയമാരും 2 അധ്യാപകരുമാണ് അന്നുണ്ടായിരുന്നത്. അതിനുശേഷം 1995 ഇപ്പോൾ ഈ സരസ്വതി നികേതൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് മാറ്റിയത്. 97 നവംബറിലാണ് ആദ്യമായി നമുക്ക് CBSE അപ്ലിക്കേഷൻ 8ാം ക്ലാസ് വരെ കിട്ടുന്നത്. 2000 10ാം ക്ലാസ് വരെയുള്ള അപ്ലിക്കേഷൻ കിട്ടി. 2001 +2 വരെയുള്ള അപ്ലിക്കേഷൻ കിട്ടി. ആദ്യത്തെ 10ാം ക്ലാസ് ബാച്ച് 2001 പുറത്തിറങ്ങിയത്. അന്ന് 14 കുട്ടികളാണ് 10th ബാച്ചിലുണ്ടായിരുന്നത്. 2003 ആദ്യത്തെ +2 ബാച്ച് പുറത്തിറങ്ങി. ഏകദേശം കൃത്യമായി 18 ബാച്ചുകളാണ് സരസ്വതി വിദ്യാലയത്തിൽ നിന്നും പുറത്തിറങ്ങിയവർ. 1500-ലധികം കുട്ടികൾ ഇന്ന് വിവിധ മേഖലകളിൽ ജോലി അനുഷ്ഠിക്കുന്നുണ്ട്. അക്കാഡമിക് രംഗത്ത് നമ്മൾ എല്ലാ വർഷവും 100% വിജയം കാഴ്ചവെച്ച വിദ്യാലയമാണ് നമ്മുടേത്. കഴിഞ്ഞ വർഷം 98% അമൽ TA എന്ന കുട്ടി തൃശ്ശൂർ ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4ാം സ്ഥാനമാണ്.
principles from the beginning. Our mentors through the journey. The legacy of victory in arts, sports, and science fairs. The hat-trick year 2016. പഞ്ചാംഗ ശിക്ഷണം, ചിത്തവൃത്തി നിരോധം, യോഗ. സപ്തസ്വരലയ സമ്മേളനം, സംഗീതം. സംസ്കാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ആധാരം സംസ്കൃതം. ശരീരദൃഢതയ്ക്കായി ശാരീരികം. നമ്മുടെ എല്ലാ വർഷവും വിദ്യാനികേതന മത്സരങ്ങളിലെ ഓരോ ചാമ്പ്യന്മാർ വരുന്നത്. വിദ്യാനികേതന്റെ വിദ്യാലയങ്ങളിലെ നമ്പർ 1 സ്കൂളായി സരസ്വതി ദേവിന് കയറാൻ പറ്റിയിട്ടുണ്ട്. സ്പോർട്സിലെ സഹോദയ മത്സരങ്ങളിൽ എല്ലാ വർഷവും നല്ല കാഴ്ചക്കൊപ്പം വയ്ക്കാറുണ്ട്. ഇന്ത്യൻ ചാമ്പ്യന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. SGFI മത്സരങ്ങളിൽ 20 കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ഒരു വിദ്യാനികേതന്റെ ഒരു വിദ്യാർത്ഥി നമ്മുടെ SCF മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കണമെന്നാണ് പ്രതീക്ഷയിലാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാതൃദേവോ ഭവ. അഖണ്ഡ ഭാരത സ്മൃതി ദിനം. സാഹോദര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമഭാവന, രക്ഷാബന്ധൻ. ഓണം, ഓർമ്മയുടെ പൂക്കാലം. മലയാളക്കരയാകെ ആഘോഷത്തുടിതാളം. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. മലയാളക്കരയാകെ ആഘോഷത്തുടിതാളം. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുന്ന പിഞ്ചോമനകളെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ച് അക്ഷരമുറ്റത്തേക്ക് എത്തിക്കുന്ന ബിന്ദു ടീച്ചർ അന്നും ഇന്നും വിദ്യാലയത്തിലുണ്ട്. ട്രഷറർ എന്ന നിലയിൽ കൂടാതെ ഈ വിദ്യാലയത്തിൻ്റെ മുഴുവൻ പ്രവർത്തനത്തിൻ്റെ ചുമതല കൂടി ഞാൻ വഹിച്ചു വരുന്നു. ആ നിലയ്ക്ക് വിലയിരുത്തുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഇവിടുത്തെ മാതൃസമിതി പ്രവർത്തകർ, ക്ഷേമസമിതി പ്രവർത്തകർ, വിദ്യാലയ സമിതി പ്രവർത്തകർ, അതിലുപരി ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും എന്നതിൽ യാതൊരു സംശയവുമില്ല. The official inauguration of the Silver Jubilee celebrations of Vivekananda Educational, Cultural and Charitable Trust by the Honorable Governor of Mizoram, Dr. Kummanam Rajashekharan.
ആയിരം സൂര്യചന്ദ്രന്മാരുടെ തേജസ്സോടെ, ഉറച്ച കാൽവയ്പുകളോടെ, കരുത്തുറ്റ മനസ്സുമായി വർത്തമാന വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരായ രാഷ്ട്രബോധമുള്ള ഒരു ജനസമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഈ സരസ്വതി ക്ഷേത്രം. അതെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ Education is a man-making process. Jai Bharat.